നമ്മൾ പൊല്യൂഷൻ മെഷീനിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഈ ഒഴുക്കിൻ്റെ വാല്യൂ കുറയുന്നില്ല, അല്ലെങ്കിൽ മറ്റ് പല എററുകൾ, LFF, പിന്നെ MS എറർ, അങ്ങനെ എന്തുവിധ എറർ വരുന്നതിന് എല്ലാതും ചെയ്യേണ്ടത് ഒരേ കാര്യങ്ങളാണ്. നമ്മൾ പ്രോബിൻ്റെ അറ്റത്ത് നിന്ന് തുടങ്ങണം. ഏറ്റവും അറ്റത്ത് ഒരു സ്ക്രൂണ്ട്, അതവിടെ ഉണ്ടാകും നോക്കണം. അത് കഴിഞ്ഞ് തൊട്ട് താഴെ ഹോളുണ്ട്, ആ ഹോളിൽ ഒരു അപ്രോഷൻ കാണാൻ പറ്റണം. അപ്പം അതിന് ശേഷം ആ പ്രോബിൽ നീല പൈപ്പ് പുറകെ നൂല് മാറ്റിയിട്ട് ഒരു ഈർക്കിലോ അല്ലെങ്കിൽ ചെറിയ നൂൽക്കമ്പി ഇട്ടിട്ട് വീഡിയോ കാണുന്ന പോലെ അതിൻ്റെ ഉള്ളിലേക്ക് കടത്തി അത് ക്ലീൻ ചെയ്യാം. കടത്തിയിട്ടുള്ള സ്ക്രൂവിലേക്ക് അതിൽ കയറി പോകാൻ പാടില്ല. കയറിയിട്ടുണ്ടെങ്കിൽ പുറത്ത് നേരെ കയറുന്നുണ്ടോ നോക്കുക. പ്രോബ് ആണ് ഫസ്റ്റ്. പ്രോബിന് ശേഷം വരുന്നതാണ് നീല പൈപ്പ് നോക്കുക. അതിനുള്ളിൽ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ബ്ലോക്ക് ഉണ്ടോ നോക്കുക. നമുക്ക് ജസ്റ്റ് ഭാഗം നോക്കിയാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ ദയവ് വരുന്നുണ്ടോ നോക്കി. പിന്നെ ഒരു ഫിൽറ്ററുണ്ട്, ആ ഫിൽറ്ററൊക്കെ പീരിയോഡിക്കായിട്ട് മാറ്റി. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് ഒരു ഒറിജിനൽ ഫിൽറ്ററാണ്. കുറച്ച് കാലത്തേക്ക് അവൈലബിൾ ആയിരുന്നില്ല, അതുകൊണ്ടാണ് ലോക്കലിൽ വാങ്ങാൻ പാടില്ല. അപ്പോൾ വീണ്ടും ഇത് ഫിൽറ്റർ അവൈലബിൾ ആയിട്ടുണ്ട്. ഈ ഫിൽറ്റർ ആവശ്യമുള്ളവർ ബന്ധപ്പെടുക. അപ്പോൾ അതിന് ശേഷം വരുന്നതാണ് നമ്മൾ മെഷീനിലേക്ക് കണക്ട് ചെയ്യുന്ന ഒന്നാണ്. മെഷീൻ്റെ പുറകിൽ നോക്കിക്കഴിഞ്ഞാൽ 2 ഗ്ലാസ് ബൾബ് പോലെയുള്ളത് കാണാം. ഈ രണ്ടും എന്തിനാണ് വെച്ചേക്കുന്നതെന്ന് വെച്ചാൽ മെഷീൻ്റെ ഉള്ളിലത്തെ മെയിൻ സെൻസറിന് ഉള്ളിലേക്ക് അഴുക്ക് പോകാതെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ള പർപ്പസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും മുകളിൽ ഇപ്പോൾ സ്റ്റാൻഡ് പോലെ ഉണ്ടാവും. മെഷീനിൽ കമ്പൈൻ മെഷീനായിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ മുകളിൽ അതിൽ 2 സ്ക്രൂ അടിച്ച് താഴേക്ക് മെഷീൻ എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ മെഷീൻ്റെ ഇങ്ങനത്തെ കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് കറക്റ്റായിട്ട് റെഗുലറായിട്ട് ക്ലീൻ ചെയ്ത് പോവുകയാണെങ്കിലായിരിക്കും മെഷീൻ കറക്റ്റായിട്ട് കിട്ടുക. അപ്പോൾ പുറകിലത്തെ മുകളിലത്തെ 2 സ്ക്രൂ അഴിച്ച സാധനം പുറത്തേക്ക് എടുത്തിട്ട് നമുക്ക് അത് കുപ്പിയിൽ പതുക്കെ തിരിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ എലമെൻറ്റ് നമുക്ക് ഊരിയെടുക്കാൻ പറ്റും. എന്നിട്ട് ഇത് ഈ ബ്രൗൺ കളറുള്ളത് ബ്രാസ് ഫിൽറ്ററാണ്. അത് കരി പിടിച്ചായിരിക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ അത് ഊരിയെടുക്കുന്ന എങ്ങനെയാണെന്നുണ്ട്. അതിൻ്റെ അടിയിൽ 2 വയറുണ്ടാവും. അത് ജസ്റ്റ് അവിടെ ഒരു ചെറിയ ഹോളിലേക്ക് കയറ്റി വെച്ചേക്കുന്നതാണ്. അതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ നിന്ന് വിടിയിക്കാൻ പറ്റും. വിടിയിച്ചതിന് ശേഷം ഒരു കറുത്ത ഒരു നട്ട് പോലെയുള്ള കറുത്ത ഇതുള്ളത് അതൊരു സ്ക്രൂ ആണ്, കറുത്ത ഇതുപോലെ മെഷീനിൽ ഫിൽറ്ററിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത്. അപ്പോൾ അത് നമുക്ക് കുപ്പീൻ്റെ അടപ്പിലിരിക്കുന്ന പോലെ ഊരിയെടുത്തിട്ട് ഗോൾഡൻ സാധനം ക്ലീൻ ചെയ്യണം നന്നായിട്ട്. അപ്പോൾ അതുപോലെ തൊട്ടടുത്തൊരു വൈറ്റ് ഫിൽറ്റർ ഉണ്ടാവും, അല്ലെങ്കിൽ തുണീൻ്റെ ഒരു ഫിൽറ്റർ ഉണ്ടാവും. മാറ്റാൻ പറ്റുന്നത് അത് മാറ്റുക. അപ്പോൾ വീഡിയോയിൽ അതെങ്ങനെയാണ് ഫിൽറ്റർ ക്ലീൻ ചെയ്യുന്നത്, അതെങ്ങനെയാണ് ഊരിയെടുക്കുന്നത് എന്നൊക്കെ ഉള്ളതെല്ലാം വിശദമായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് പീരിയോഡിക്കായിട്ട് കഴുകി ഉണക്കി ഒരു വെള്ളത്തിന് പോലും ആവശ്യമില്ലാതെ വേണം തിരിച്ച് ഫിറ്റ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ അതിൻ്റെ ഗോൾഡൻ ഫിൽറ്റർ മാത്രമായിട്ട് അവൈലബിൾ ആണ്, ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം. ആ ഫിൽറ്റർ മാറ്റി വെച്ചാൽ മതി. ഈ മെഷീൻ്റെ പുറകിലുള്ള ഈ 2 ബൾബിൻ്റെയും ക്ലീനിങ് ആണ് വളരെ ഇമ്പോർട്ടൻറ്റ്. പല ആൾക്കാരും അത് ബൈപ്പാസ് ചെയ്തേക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് പൊല്യൂഷൻ എടുക്കാൻ പറ്റുന്നത് മാത്രമല്ല, എപ്പോഴും LFF എറർ വന്നാൽ അതുപോലെ തന്നെയാണ് വെള്ള ഫിൽറ്റർ അത് ക്ലീൻ ചെയ്യുന്നത്. അത് നന്നായിട്ട് മുകളിൽ കൂടെ എയർ അടിച്ചിട്ട് അത് ക്ലീൻ ചെയ്യാം. ഇനി മെഷീൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, ഉള്ളിൽ നമുക്ക് വളരെ പുറകിലുള്ള 2 സ്ക്രൂ ഉണ്ട്. ആ സ്ക്രൂ അഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അടിയിലും ഉണ്ടാവും 1 സ്ക്രൂ. അത് അഴിച്ച് കഴിഞ്ഞാൽ പുറത്തേക്ക് നമുക്ക് ട്രേ പോലെ വലിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും പറയുന്നുണ്ട് എങ്ങനെയാണ് ഓരോ ഫിൽറ്ററും ഓരോ പൈപ്പുകൾ ഊരിയെടുത്തിട്ട് നമ്മൾ എയർ അടിക്കണമെന്നുള്ളത്. ഇതുപോലെ ഇപ്പോഴത്തെ തന്നെ ബ്ലോവറാണ്. ബ്ലോവറിലൊക്കെ പീരിയോഡിക്കായിട്ട് എയർ അടിച്ചെല്ലാം ക്ലീൻ ചെയ്യാം. അങ്ങനെയൊന്നുമില്ല, എല്ലാത്തിൻ്റെ ഉള്ളിൽ എയർ അടിച്ചത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ലൈഫ് കിട്ടത്തുള്ളൂ. ഫിൽറ്ററിൻ്റെ ഉള്ളിൽ കൂടെയും പൈപ്പിൽ കൂടെയും എല്ലാത്തിൽ കൂടെയും നമുക്ക് എയർ അടിക്കാൻ പറ്റുന്ന എവിടെയൊക്കെ ഉണ്ടോ അവിടെ എല്ലാം എയർ അടിച്ച് മെഷീൻ ക്ലീൻ ചെയ്യാം.
വെള്ള ഫിൽറ്ററിൻ്റെ ക്ലീൻ ചെയ്യണമെന്നുള്ള വിശദമായിട്ട് പറയുന്ന ഓപ്ഷൻ ഇതാണ് ഇവിടെ കാണുന്നത്. ഇനി നമുക്ക് മെഷീൻ ഉള്ളഴിച്ചിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ഓരോ എലമെൻറ്റും ക്ലീൻ ചെയ്യാം. ഇപ്പം മദർ ബോർഡ് ഇങ്ങനെ കാണാം. അടുത്ത് ട്രേ പോലെ വലിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ പള്ളിക്കായിട്ട് സ്ക്രൂ ഉണ്ട്. ആ സ്ക്രൂ അഴിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അടപ്പ് തുറക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതിപ്പം കമ്പൈൻഡ് മെഷീനറി ആണെങ്കിലും സെപ്പറേറ്റ് മെഷീൻ ഏകദേശം സെയിം തന്നെയാണ്. കവർ തുറന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഒരു ബോക്സ് ഉണ്ടാവുന്നു. ഒരു ചെറിയ ബോക്സിൻ്റെ ഉള്ളിലായിരിക്കും അതിൻ്റെ ഉള്ളിൽ മെഷീൻ വെച്ചിട്ടുണ്ടാവുക, പുറത്തുനിന്നുള്ള ഇൻ്റർഫിയർ വരാതിരിക്കാനായിട്ട്. അപ്പോൾ ഇതൊക്കെ പീരിയോഡിക്കായിട്ട് എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. നമുക്ക് മെഷീൻ കംപ്ലൈൻറ്റ് വന്നതിന് ശേഷം ക്ലീൻ ചെയ്യാൻ പോകുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അതിന് മുമ്പായിട്ട് നമ്മൾ ഒരു മന്ത്ലി ചെക്കപ്പ് പോലെ മെഷീൻ എല്ലാം ക്ലീൻ ചെയ്യുന്ന, അതിൻ്റെ ഉള്ളിലെല്ലാം എടുത്ത് നമുക്ക് എയർ അടിക്കാൻ പറ്റുന്ന സ്ഥലത്തൂടെ എല്ലാം എയർ അടിച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ മെഷീൻ വളരെ കാലത്തേക്ക് ഒരു കംപ്ലൈൻറ്റും കാണിക്കാതെ പോവും. എങ്ങനെയാണ് അതിൻ്റെ ഉൾവശം ക്ലീൻ ചെയ്യുന്നതെന്നുള്ളതാണ് അത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ തുറന്നിട്ടുണ്ട്. തുറന്ന് ഇതിൻ്റെ അടപ്പ് സൈഡിലുള്ള സ്ക്രൂ ആണ്, അത് തുറന്ന് മാറ്റി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ഓരോ ഫിൽറ്ററും, അതിൻ്റെ ഉള്ളിൽ ഒരു സോളിനോട് വാൽവുണ്ട്, പമ്പുണ്ട്, ഒരു ഓക്സിജൻ സെൻസറുണ്ട്, പിന്നെ മെയിൻ സെൻസർ. ഇപ്പോൾ നമുക്ക് അയക്കാൻ പറ്റുന്നിടത്തെല്ലാം അഴിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടി തന്നെ എയർ കൊടുക്കുക. എവിടെയൊക്കെ ക്ലീൻ ചെയ്യണമെന്നുള്ളത് ഓരോ ജോയിൻറ്റുകളിലും ആണ്. ആ ചുവപ്പ് കളറിൽ കാണുന്നതാണ് സോളിനോട് ഓക്സിജൻ സെൻസർ. അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം എയർ അടിച്ച് ക്ലീൻ ചെയ്യുക. ബ്ലോവർ വെച്ച് ഓരോ പൈപ്പും എയർ അടിച്ച് അതിൻ്റെ ഉള്ളിലുള്ള മെഷീൻ്റെ ഉള്ളിലുള്ള ഓരോ പൈപ്പിൽ കൂടെ എയർ അടിച്ച് മെഷീൻ ക്ലീനായിട്ട് അതിനകത്ത് നമുക്ക് കറക്റ്റായിട്ടുള്ള റീഡിങ് കൊടുക്കാൻ പറ്റുള്ളൂ. അതിൽ പീരിയോഡിക്കായിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള ഓരോ എലമെൻറ്റും കണ്ടോ, ഇതിലൊരു ക്ലിയറായിട്ട് കറക്റ്റാക്കിയിട്ട് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ കറുത്ത കുറ്റി പോലെ കാണിക്കും. ഇതിൻ്റെ പുറകിൽ നിന്നുള്ള കണക്ഷൻ പുറകിൽ നിന്ന് ഓരോരുത്തരും മുകളിലേക്കാണ് പാസ് നോർമൽ വെയിൽ. പിന്നെ ഫ്രണ്ടിൽ കൂടെ ഒരു കണക്ഷൻ ഉണ്ട്. ചൂടോയിൽ നിന്ന് വരുമ്പോൾ ഫ്രഷ് എയർ വരാൻ വേണ്ടിയിട്ടാണ്. അത് ഓരോ പിന്നിൽ കൂടെ എയർ അടിക്കുന്നതും, ഓക്സിജൻ സെൻസർ ക്ലീൻ ചെയ്യുന്നു, ബെഞ്ച് ക്ലീൻ ചെയ്യുന്നു, പമ്പ് ക്ലീൻ ചെയ്യുന്നു, സോളിനോട് വാൽവ് ക്ലീൻ ചെയ്യുന്നു. ഇത്രയും ക്ലീനിങ് എന്ന് പറഞ്ഞാൽ എയർ അടിച്ചു കൊടുക്കും ഓരോന്നിലും കൂടെ. അപ്പോൾ നമ്മുടെ മെഷീൻ പെർഫെക്റ്റ് ആയിരിക്കും. ഇത് കംപ്ലൈൻറ്റ് വരാതിരിക്കാനുള്ള ഇത് റെമഡീസാണ് ഈ പറയുന്നത്. എത്ര കാലം നമ്മളിത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നു അതനുസരിച്ച് മെഷീൻ്റെ ആയുസ് ലൈഫ് കൂടിക്കൊണ്ടിരിക്കും. പിന്നെ ഓരോ ഫിൽറ്ററുകളും ഓരോ പൈപ്പുകളും എല്ലാം നമ്മൾ എയർ ഇതിലടിച്ച് ക്ലീനാക്കി വെക്കും. പിന്നെ ഓക്സിജൻ സെൻസറിൽ നിന്ന് പുറത്തേക്ക് പോകുന്നൊരു പൈപ്പുണ്ട്. അത് ബ്ലോക്കാണെങ്കിൽ ഓക്സിജൻ റീഡാവാതെ വരും. അപ്പോൾ ഒരു ഗിർക്കിലിട്ടിട്ട് ഔട്ട്ലെറ്റിൽ കൂടെ ഉള്ളിലേക്ക് കുത്തിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും എന്തെങ്കിലും തടസ്സം വന്നിട്ടുണ്ടോ. ഓക്കെ, താങ്ക്സ്.